വർഷം 1916. ഒരു മനുഷ്യൻ നടത്തിയ സമാനതകളില്ലാത്ത ക്രൂരതയുടെ കഥ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തന്റെ വാടകക്കാരൻ കൊല്ലപ്പെട്ടെന്നുള്ള അഭ്യൂഹത്തെ തുടർന്ന് വീട് ഒഴിപ്പിച്ചെടുക്കാൻ ചെന്നതായിരുന്നു ആ വീട്ടുടമസ്ഥൻ. 2 വർഷം മുമ്പേ പോയതായിരുന്നു ബേല യുദ്ധത്തിൽ പങ്കെടുക്കാൻ. തന്റെ വീട് സൂക്ഷിക്കാൻ അദ്ദേഹം ജാക്കൂബെക്ക് എന്ന ആയയെ ഏൽപ്പിച്ചിരുന്നു. വീട്ടു സാധനങ്ങളിൽ ഏറ്റവും കൗതുകമുള്ളത് അയാൾ വാങ്ങി സൂക്ഷിച്ചിരുന്ന മെറ്റൽ ഡ്രമ്മുകളായിരുന്നു. അതിൽ പെട്രോൾ ആണെന്നും അതല്ല എപ്പോഴും പാർട്ടികളും മറ്റും നടത്തിയിരുന്ന ബേല ആ ഡ്രമ്മുകൾ മദ്യം സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും ആളുകൾ പറഞ്ഞു നടന്നിരുന്നു. മൊത്തം 7 ഡ്രമ്മുകൾ. വീട്ടുടമസ്ഥൻ അതിലൊരെണ്ണം തുറക്കാൻ ശ്രമിച്ചപ്പോൾ രൂക്ഷഗന്ധമാണ് മൂക്കിലേക്ക് അടിച്ചു കയറിയത്. സംശയം തോന്നിയ അദ്ദേഹം പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി. ജാക്കൂബെക്കിന്റെ ശക്തമായ എതിർപ്പിനെ ഗൗനിക്കാതെ ഡിറ്റക്റ്റീവ് ചീഫ് കരോലി നാഗി ഡ്രമ്മ് തുറന്നപ്പോൾ കണ്ട കാഴ്ച അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഒരു യുവതിയുടെ ജഡം അതിൽ കുത്തി നിറയ്ക്കപ്പെട്ടിരുന്നു. ഈ 7 പുറമെ 24 ഡ്രമ്മുകൾ കൂടി അവർ അവിടെ നിന്ന് കണ്ടെടുത്തു. വുഡ് ആൽക്കോഹിലിൻ പിക്കിൾ ചെയ്തു വെച്ചിരുന്ന ജീർണതയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള സ്ത്രീ ശരീരങ്ങളായിരുന്നു അവയിൽ. ഹംഗറിയിൽ ബുഡാപെസ്റ്റിന്റെ അതിർത്തിക്കടുത്തുള്ള സിങ്കോട്ട എന്ന ഗ്രാമമായിരുന്നു അത്. അവിടെ ധനികനായ ഒരു തകരപ്പണിക്കാരനായിരുന്നു ബേല. ഒരു അമച്വർ ജോൽസിനും അല്പസ്വല്പം ആഭിചാരകർമ്മങ്ങളിലൊക്കെ തൽപരനുമായിരുന്നു അയാൾ. അയൽക്കാരോടൊന്നും പ്രത്യേകിച്ചൊരടുപ്പവും ഇല്ലെങ്കിലും ആളുകൾക്ക് പൊതുവെ അയാളെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. വീട്ടിൽ പാർട്ടികളും മറ്റും നടത്തിയിരുന്ന സുമുഖനായ ആ ചെറുപ്പക്കാരൻ ഗ്രാമീണരുടെ കണ്ണിൽ ഒരു എലിജിബിൾ ബാച്ചിലർ ആയിരുന്നു. സിങ്കോട്ടയിൽ എത്തുന്നതിന് മുമ്പുള്ള ബേലയെപ്പറ്റി ആർക്കും വലിയ വിവരമുണ്ടായിരുന്നില്ല. 1900 മുതലാണ് അയാൾ സിങ്കോട്ടയിൽ താമസം തുടങ്ങിയത്. ഭാര്യയും ഉണ്ടായിരുന്നു കൂടെ. എന്നാൽ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം അദ്ദേഹം തനിച്ചായിരുന്നു. വീട് വൃത്തിയാക്കാനും മറ്റും ജാക്കൂബെക്കിനെ ഏൽപ്പിച്ചിരുന്നു. 1914 യുദ്ധത്തിൽ പങ്കെടുക്കാൻ വിളി വന്നു. തന്റെ സ്വത്തിനെല്ലാം അവകാശിയായി ജാക്കൂബെക്കിനെ ആയിരുന്നു അദ്ദേഹം ബിൽപത്രത്തിൽ എഴുതിയിരുന്നത്. സ്വാഭാവികമായും സംശയം അവരിലേക്കും നീണ്ടു. തനിക്കൊന്നും അറിയില്ലെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ബേല ഒരുപാട് സ്ത്രീകളുമായി കത്തിടപാടുകളും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഇവരെ ഒന്നും താൻ കണ്ടിരുന്നില്ലെന്നും വീട്ടിൽ തനിക്ക് പ്രവേശനമില്ലാത്ത ഒരു മുറി ഉണ്ടെന്നും അവർ ഡിറ്റക്റ്റീവ് നാഗിയോട് പറഞ്ഞത്. ആ മുറി പോലീസ് തുറന്നു. 74 സ്ത്രീകളുമായി ബേല കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഒരു ഫോട്ടോ ആൽബവും വിഷക്കൂട്ടുകളെ പറ്റിയും സ്ട്രാങ്കുലേഷനെ പറ്റിയും ഒക്കെയുള്ള ഒരു പുസ്തകങ്ങളും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. തനിച്ച് താമസിക്കുന്ന ബന്ധുക്കളൊന്നുമില്ലാത്ത വിവാഹിതരാകാൻ താല്പര്യമുണ്ടായിരുന്ന സ്ത്രീകളായിരുന്നു അയാളുടെ ഇരകൾ. മാരേജ് ബ്രോക്കറായോ അല്ലെങ്കിൽ വരനായോ അയാൾ പത്രത്തിൽ പരസ്യം കൊടുത്ത് തന്റെ ഇരകളെ കണ്ടെത്തി. ഹോഫ്മാൻ എന്ന പേരായിരുന്നു പരസ്യങ്ങളിൽ അയാൾ ഉപയോഗിച്ചിരുന്നത്. കത്തിടപാടുകളിലൂടെ അവരുമായി അടുത്തു. ഇരകളിൽ നിന്ന് പണമിടപാടുകളും അയാൾ നടത്തിയിരുന്നു. 2 സ്ത്രീകൾ അയാൾക്കെതിരെ കേസ് കൊടുത്തതിന്റെ തെളിവുകൾ അവിടെ നിന്ന് കണ്ടെത്തി. എന്നാൽ പിന്നീട് അവർ അപ്രത്യക്ഷരായതിനെ തുടർന്ന് കേസ് എങ്ങും എത്തിയില്ല. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ചു കൊന്ന് വുഡ് ആൽക്കഹോളിൽ ശരീരം പിക്കിൾ ചെയ്ത് ഡ്രമ്മുകളിൽ സൂക്ഷിക്കലായിരുന്നു അയാളുടെ രീതി. കത്തുകൾ ചിലത് 1903 തൊട്ടുള്ളവയായിരുന്നു. വിക്ടിംസിന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി അവരുടെ രക്തം ബേല ഊറ്റിക്കളഞ്ഞിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കി. അതോടെ അയാൾക്കൊരു വാമ്പയർ പരിവേഷം കൂടി വന്നു ചേർന്നു. ഭാര്യയെയും കാമുകനെയും ആയിരിക്കണം അയാൾ ആദ്യം വകവരുത്തിയതെന്നും പോലീസ് അനുമാനിച്ചു. കാരണം അവരെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. നാഗി ഉടനെ പട്ടാളത്തെ വിവരം അറിയിച്ചു. എന്നാൽ ബേലാക്കിസ് എന്നത് സർവ്വസാധാരണമായ പേരായതുകൊണ്ട് കണ്ടുപിടിക്കാൻ പ്രയാസമായിരുന്നു. 1916 ഒക്ടോബർ 4 നാഗിക്ക് അയാളെക്കുറിച്ച് വിവരം ലഭിച്ചു. സെർബിയയിൽ ഒരു ആശുപത്രിയിൽ ഉണ്ടെന്നായിരുന്നു അത്. എന്നാൽ നാഗി അവിടെ എത്തിയപ്പോഴേക്കും തന്റെ മരണം മറ്റൊരു പട്ടാളക്കാരന്റെ ജഡം ഉപയോഗിച്ച് സ്റ്റേജ് ചെയ്ത് ബേല അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് പല സ്ഥലത്തും അയാളെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1920 യെല്ലോ ഫീവർ ബാധിച്ച് റൊമാനിയയിൽ വെച്ച് മരണപ്പെട്ടു എന്നായിരുന്നു അതിലൊന്ന്. എന്നാൽ പിന്നീട് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഹോഫ്മാൻ എന്നയാൾ ഇരുമ്പ് കമ്പി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന രീതി ഉപയോഗിച്ച് ആളെ കൊല്ലാൻ മിടുക്കനാണെന്ന് വീമ്പ് പറഞ്ഞിരുന്നതായി ഫ്രഞ്ച് ലെഗോണിയർ റിപ്പോർട്ട് ചെയ്തു. ബേലയുമായി സാമ്യം തോന്നിയതുകൊണ്ട് പോലീസ് അന്വേഷിച്ചു ചെന്നു. അപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. പിന്നീട് 1932 മാൻഹട്ടൻ ടൈംസ് സ്ക്വയറിൽ ന്യൂയോർക്ക് സബ്വേയിൽ വെച്ച് അയാളെ കണ്ടു എന്ന് ഹോമിസൈഡ് ഡിറ്റക്റ്റീവ് ഹെൻറി ഓസ്വാൾഡ് ഉറപ്പിച്ചു പറഞ്ഞു. ബേല അവിടെ തൂപ്പുകാരനായും
വാച്ച്മാനായും ജോലി ചെയ്തിരുന്നു എന്ന അറിവ് കിട്ടിയതിനെ തുടർന്ന് പോലീസ് അന്വേഷിച്ചു ചെന്നു. എന്നാൽ അയാൾ അപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു. പിന്നീട് അയാളെ പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. ബേലയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ്. ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയിട്ടും സ്വതന്ത്രനായി വിലസിയിരുന്ന അയാൾ എന്തായാലും ഒരു സാധാ കുറ്റവാളിയല്ല. അതിബുദ്ധിമാനും ക്രൂരനുമായ അയാളുടെ കയ്യിൽപ്പെട്ട് പിന്നീട് എത്ര സ്ത്രീകൾ നിഷ്കരണം കൊല്ലപ്പെട്ടിരിക്കാമെന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്.